വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളിലൂടെയായി കടന്നുപോകുന്ന ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡ് തകർന്നിട്ട് നാളേറെയായിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം. ചെമ്പകപ്പാറയിൽ നിന്നും തോപ്രാംകുടി, പടമുഖം, മുരിക്കാശ്ശേരി ഭാഗത്തേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് 5 വർഷമായി തകർന്നു കിടന്നിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കാത്തതിലാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. രാജ്യസഭാ എംപിയായിരുന്ന പി.ജെ. കുര്യന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇടുക്കി എംപിയായിരുന്ന അഡ്വക്കേറ്റ് പി.ടി. തോമസിന്റെ ശ്രമഫലമായി ഹിൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അനുവദിച്ച ഫണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന അഡ്വക്കേറ്റ് എ.ബി. തോമസ്, സെലിൻ എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടും വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന തങ്കച്ചൻ കാരയ്ക്കാവയലിന്റെ മെയിന്റനൻസ് ഗ്രാന്റ്, പ്ലാൻ ഫണ്ട് എന്നിവയും ഉപയോഗിച്ചാണ് ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2020 വരെ കൃത്യമായി മെയിന്റനൻസ് ചെയ്ത് നിലനിർത്തിക്കൊണ്ടുവന്ന റോഡാണ് ഇപ്പോൾ 5 വർഷമായി തകർന്ന് യാത്ര ദുഷ്കരമായ അവസ്ഥയിലുള്ളത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോസ്മി ജോർജ് പഞ്ചായത്ത് പൊതുഫണ്ടിൽ നിന്നും 8 ലക്ഷം രൂപ അനുവദിച്ച് റോഡിന്റെ കുറേ ഭാഗം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. 1/2 കിലോമീറ്റർ ദൂരം വരുന്ന ഭാഗമാണ് ഇനി പണി പൂർത്തീകരിക്കാനുള്ളത്. ഈ ഭാഗം ചെങ്കുത്തായ കയറ്റവും ഇറക്കവുമായതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ ഏറെ പ്രയാസവുമാണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ചെമ്പകപ്പാറ കള്ളിപ്പാറ റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ റോഡ് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത്, ചെമ്പകപ്പാറയിൽ നിന്നും കള്ളിപ്പാറ വരെ. ഈ റോഡിൻ്റെ ഒരു 500ഓളം മീറ്റർ ഭാഗം കഴിഞ്ഞ 5 വർഷമായിട്ട് പൊളിഞ്ഞ് തകർന്ന് വാഹനങ്ങൾ ഓടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ വേനൽ കടത്തതോടെ ഈ പ്രദേശങ്ങളിലുള്ളവർ വാഹനങ്ങളിലാണ് കുടിവെള്ളം എത്തിക്കുന്നത്. റോഡ് തകർന്നതിനാൽ വാഹനം എത്താത്തതിനാൽ കുടിവെള്ളത്തിനും ഈ പ്രദേശവാസികൾ ബുദ്ധിമുട്ടനുഭവിക്കുന്നു. ചെമ്പകപ്പാറയിൽ നിന്നും തോപ്രാംകുടി, പടമുഖം, മുരിക്കാശ്ശേരി ഭാഗത്തേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയായതിനാൽ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികൾ ജനങ്ങളുടെ ഈ ദുരവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.